വിഘ്ന നിവാരണം, ആഗ്രഹ സാഫല്യം നൽകും ശൈലപുത്രി ദേവിയുടെ ആരാധനാ ദിവസമാണ് ഇന്ന്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നവരാത്രിയിൽ പ്രഥമ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കേണ്ടത്. ഏതൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കുമാരി പൂജ നടത്താറുണ്ട്. നവരാത്രിയിലെ ഓരോ തിഥിയിലും ഓരോ നവകന്യകമാരെ പൂജിക്കണം. പ്രഥമ തിഥിയിൽ ശൈലപുത്രി ദേവിയാണ് നാം ആരാധിക്കേണ്ടത്. ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി. ദക്ഷ പ്രജാപതിയുടെ യാഗവേദിയിൽ ദേഹം വെടിഞ്ഞ് സതീദേവി ഹിമവാന്റെ പുത്രിയായി ജനിച്ചു. ശൈലരാജൻ ഹിമവാന്റെ പുത്രിയായതിനാൽ ദേവിക്ക് ശൈലപുത്രി എന്ന പേരുണ്ടായി. ഇരു കരങ്ങളിൽ തൃശൂലവും താമരയും ധരിച്ച് കാളപ്പുറത്തിരിക്കുന്ന ദുർഗാഭാവമാണിത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ചേർന്ന മൂർത്തീഭാവമാണ് ശൈലപുത്രി. ശൈലപുത്രിയുടെ ആരാധനയ്ക്കായി നവരാത്രിയുടെ 1-ാം രാത്രി നീക്കിവെച്ചിരിക്കുന്നു. ഇന്നേ ദിവസം രാത്രി ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ശൈലപുത്രി ധ്യാനത്തോടു കൂടി തുടങ്ങാം. വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി. മനസ്സിൽ ആഗ്രഹിക്കുന്നത് നൽകുന്നവളും ചന്ദ്രക്കല ശിരസിൽ ധരിക്കുന്നവളും വൃഷഭത്തിന്റെ പുറത്ത് ഇരിക്കുന്നവളും ശൂലത്തെ ധരിച്ചിരിക്കുന്നവളും യശസ്വിനിയുമായ ശൈലപുത്രിയെ ഞാൻ വന്ദിക്കുന്നു. വിഘ്ന നിവാരണം, ആഗ്രഹ സാഫല്യത്തിനുമെല്ലാം ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ജപമന്ത്രം ഓം ദേവി ശൈലപുത്രീ നമ, ഓം ദേവി ശൈലപുത്രീ നമ. പറ്റുന്നത്ര തവണ ഇന്ന് സന്ധ്യയ്ക്ക് ഈ നാമങ്ങളെല്ലാം ഭക്തിപൂർവ്വം ജപിച്ചാൽ ഭയം, രോഗമുക്തി, ശത്രുദോഷമുക്തി, സമ്പൽ സമൃദ്ധി എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. ദേവിയുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ ദുർഗതികളെല്ലാം നീക്കി ധനധാന്യ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും കീർത്തിയും എല്ലാം ലഭിക്കുന്നതാണ്. ഇന്ന് സന്ധ്യയ്ക്ക് കഴിയുന്നത്ര തവണ ശൈലപുത്രി ദേവിയുടെ ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുക, ദേവിയെ ആരാധിക്കുക. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.